നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ വിഷയം 3-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ്. അതേ, അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി ആയിരിക്കാൻ ഞങ്ങൾക്ക് സമയം തന്നു. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ശബ്ദപരിധിയിലുള്ളതായ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിപ്പാൻ, ദൈവത്തെ കൽപ്പനയും യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുവാൻ ഞങ്ങളെ കാക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ദൈവത്തിൻ്റെ 10 കൽപ്പനയെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സീനായ് മലയിൽ ദൈവം പ്രത്യക്ഷനായി, അതേ പ്രകൃതി ക്ഷോഭവും അതുപോലെ തീയും കാർമേഘവും പുകയും എല്ലാം ഉൾക്കൊണ്ടിരുന്നായ ആ സംഭവവിപുലമായ രംഗങ്ങളിൽ ദൈവം അവരോട് 10 കൽപ്പന സംസാരിച്ചു. അത് 2 കൽപ്പനയിൽ എഴുതി മോശയുടെ പക്കൽ കൊടുത്തുവിട്ടു. അത് അതിവിശുദ്ധ സ്ഥലത്തുള്ളതായ പെട്ടകത്തിൽ നിക്ഷേപിച്ചു. എന്നാൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇരിപ്പാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ ആ കൽപ്പനയുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമുക്ക് നാം ഓരോ കൽപ്പനയിലൂടെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ നാമം ദൈവം അല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത് എന്നും അതുപോലെ വിഗ്രഹം ഉണ്ടാക്കരുത് എന്നും ഉള്ളതായ കൽപ്പനയെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിലായി പഠിച്ചു. ഇന്ന് നാം പഠിപ്പാൻ പോകുന്നത് 3-ാമത്തെ കൽപ്പനയാണ്. അതായത് പുറപ്പാട് പുസ്തകം 27-ാമത്തെ വാക്ക് ഞാൻ പ്രകാരം വായിക്കുന്നു: നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ഈ കൽപ്പന അനുശാസിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കുക, അതായത് വെറുതെ എടുക്കുക. ആവശ്യമില്ലാത്ത ഏത് കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ നാമം എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി ഇംഗ്ലീഷിലുണ്ട്. അത് പറയുന്നത്: ദിസ് കമാൻഡ്മെൻറ്റ് നോട്ട് ഓൺലി പ്രൊഹിബിറ്റ്സ് ഫാൾസ് ഓത്ത്, കോമൺ സ്വെയറിംഗ്, but it forbids us to use the name of God in light or careless manner without regard to its awful significance. ദൈവത്തിൻ്റെ നാമം അതിപരിശുദ്ധമാണ്. അത് ഭവ്യതയേറിയതാണ്. ഭക്തിയോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ. അതിനെ വൃഥാവെടുക്കുക അല്ലെങ്കിൽ എന്തിനും ഏതിനും ദൈവത്തിൻ്റെ നാമം എടുക്കുന്നതിനെ ഈ കൽപ്പന നിഷേധിക്കുകയാണ്, അല്ലാതെ ചെയ്യരുത് എന്ന് പറയുകയാണ്. സങ്കീർത്തനക്കാരൻ 111-9 വാക്യം ഞാൻ പ്രകാരം വായിക്കുന്നു: അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. അപ്പോൾ അത്രമാത്രം ഭയങ്കരവും വിശുദ്ധമായ നാമം നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കുമ്പോൾ, എടുക്കുമ്പോൾ എന്തു ചെയ്യണം? ഭവ്യതയോടുകൂടി, ഭക്തിയോടുകൂടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതേ, സഭാപ്രസംഗി 5-1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു: ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തിയെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായകയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിൻ്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ ആകയാൽ നിൻ്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. അതെ, ദൈവത്തിൻ്റെ നാമം അത് ഭയങ്കരമാണ്. ആ നാമത്തെ എടുക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം. അതെ, മോശ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുമ്പോൾ ദൈവം മോശയുടെ മുൻപാകെ താൻ പോയതായിട്ടുള്ള ഒരു വിവരണം പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ പ്രകാരം വായിക്കുന്നു: യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അതായത് ദൈവത്തിൻ്റെ കൽപ്പന അവൻ്റെ സ്വഭാവത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ നാമം നാം നമ്മുടെ അധരങ്ങളിൽ എടുക്കുമ്പോൾ വളരെ ഭവ്യതയോടുകൂടി, വളരെ ഭക്തിയോടുകൂടി, അതേ റെവറൻസ് അവിടെ ആവശ്യമാണ്. ഭവ്യത, ഭക്തി അതൊക്കെയും ആവശ്യമാണ്.
അതെ, അതുപോലെ തന്നെ നാം ദൈവത്തിൻ്റെ നാമം ത്തിൽ ചില കാര്യങ്ങളൊക്കെയും പ്രതിജ്ഞ ചെയ്യുമ്പോൾ അതൊക്കെയും വളരെ ഭവ്യതയോടുകൂടി ചെയ്യണം. അത് our Savior did not forbid to use the judicial oath in which God is solemnly called to witness that what is said is truth and nothing but the truth. അത് നമുക്കറിയാം, കോടതികളിൽ പ്രതിജ്ഞാവാചകം ചൊല്ലണം. അതായത് സത്യമല്ലാതെ സത്യമൊഴിയെ വേറൊന്നും നാം ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ അത് ചെയ്യുമ്പോൾ അതിന് വിപരീതമായിട്ട് നാം ഒരിക്കലും അസത്യം പറയരുത്. അത് ഇംഗ്ലീഷിലൊരു വാക്കാണല്ലോ ഫോൾസ് സ്വെയറിങ് ഓഫ് പെർജുവറി. അത് പാപമാണ്, അത് കുറ്റകരമാണ്, അത് കോടതികൾ ശിക്ഷിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെയും നമ്മൾ പത്രത്തിലൊക്കെയും വായിച്ച് കേൾപ്പാറുണ്ട്. ഇനി മിസ്റ്റർ മത്തായിയുടെ സുവിശേഷം 5:34 മുതൽ 37 വരെയുള്ളതായ വാക്കുകൾ ഞാൻ വായിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. എന്തിനെ കൊണ്ടാണ്? സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. നിൻ്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പാനോ കറുപ്പിപ്പാനോ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിന് അധികമായത് എവിടെ നിന്ന് വരും? ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആയതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ട് വേദപുസ്തകത്തിൽ, ഈ സത്യവേദ പുസ്തകത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത്. പഴയ നിയമകാലത്ത് നടന്നൊരു സംഭവം ഞാൻ ഇപ്പോൾ വായിച്ചത് ഓർത്തു പോവുകയാണ്. അത് ലേവ്യ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. 10 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അനന്തരം ഒരു ഇസ്രായേൽ സ്ത്രീയുടെയും ഒരു മിസ്രൈമിൻ്റെയും മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ പുറപ്പെട്ടു. ഇസ്രായേലിലെ സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രായേലും തമ്മിൽ പാളയത്ത് വലിച്ച് ശണ്ടയിട്ടു. ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ചു, ശപിച്ചു. അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ അമ്മയ്ക്ക് ശലേമീത്ത് എന്നു പേർ. അവൾ ദാൻ ഗോത്രത്തിലെ ദിമ്രി എന്നൊരുവൻ്റെ മകളായിരുന്നു. ശപിച്ചവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോവുക. കേട്ടവരെല്ലാവരും അവൻ്റെ തലയിൽ കൈവശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള അനുശാസനയാണ് മോശയിൽ നിന്നുണ്ടായത്. അത് ദൈവത്തിന് ലഭിച്ചതാണ്. അങ്ങനെ മോശ ഈ ദൈവത്തിൻ്റെ നാമം ദുഷിച്ചായ വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം ഉള്ള കൽപ്പനയാണ് കൊടുക്കുന്നത്. അങ്ങനെ അവനെ കല്ലെറിഞ്ഞു കൊന്നു. കാരണം ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്നവർക്കുള്ള ശിക്ഷ അതാണ്. അപ്പോൾ അതുകൊണ്ട് നാം ഓർത്ത് നോക്കുക, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് ഈ പാരമ്പര്യം അല്ലെങ്കിൽ ഈ കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയെ അനുശാസിച്ച് അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നവരെ കൊല്ലുക, അതുപോലെ ശപഥം ലംഘിച്ചാൽ അവരെ കൊല്ലുന്നത്, അതുപോലെ ഇങ്ങനെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുമ്പോൾ അവരെ കൊല്ലുന്നത്, ഇതൊക്കെയും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആദ്യത്തെ 2-ാമത്തെയും 3-ാമത്തെയും കൽപ്പനയിൽ നാം പഠിക്കുന്ന ഒരു കാര്യം, അതായത് ഇവർക്ക് ശിക്ഷാവിധി കൊടുക്കുന്ന ഒരു പ്രവണത. അതായത് വിഗ്രഹം ഉണ്ടാക്കരുത്. ഉണ്ടാക്കുന്നവനെ ദൈവം അവൻ്റെ അകൃത്യം 3-4 തലമുറ വരെ സന്ദർശിക്കുന്നു പറയുന്നു. ആയതുപോലെ ഇവിടെയും പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത്. വൃഥ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ 2 തിമോത്തി 3:5 പറയുന്നത്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കുന്നവരെ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? വിട്ടൊഴിയുക. അതായത് ദൈവത്തിൻ്റെ നാമത്തെ നാം എടുക്കുമ്പോൾ വളരെ ഭവ്യതയോടുകൂടി, വളരെ പ്രാർത്ഥനയോടുകൂടി, അല്ലെങ്കിൽ അതിൻ്റേതായ അർത്ഥത്തിൽ അതിനെടുക്കണം. അത് മലയാളത്തിൽ പറഞ്ഞ് വൃഥാവായിട്ട് എടുക്കരുത്. അത് വേദപുസ്തകത്തിൽ ഒരു സമരിയക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറയുമ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. അതൊക്കെ ആ ചരിത്രം നമുക്കറിയാം. അതായത് യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് സമരിയയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവിടെ ഒരു കിണറിൻ്റെ വക്കിൽ ഇരുന്ന സമയത്ത് തനിക്ക് വളരെ ദാഹിച്ചു. ആ സമയത്ത് ഒരു സമരിയ സ്ത്രീ അവിടെ വന്നു. അവർ വെള്ളം കോരുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തരണമെന്ന് പറഞ്ഞു. അതെ, നീ ഒരു യഹൂദനാണല്ലോ, യഹൂദന്മാരുമായി ഞങ്ങൾക്ക് ബന്ധമില്ലല്ലോ, നീ അങ്ങനെ എന്നോട് വെള്ളം ചോദിക്കാൻ സാധിക്കും? പിന്നെ യേശു ക്രിസ്തു പറയുന്നു, അതെ, എന്നിൽ ജീവജലമുണ്ട്. എന്നിട്ട് അവളോട് നീ ചോദിച്ചാൽ ജീവജലം തരാം, എൻ്റെ ജീവജലം, അത് നിന്നെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളുടെ വിഷയം മാറ്റിക്കൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ, അതെ, യെരൂശലേമിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ശമര്യയിൽ പ്രാർത്ഥിക്കുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞു. അന്നേരം യേശു ക്രിസ്തു ഇപ്രകാരം പറയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന്.
അപ്പോൾ ദൈവം ആത്മാവാകുന്നു, ആ ദൈവത്തെയാണ് നാം കരുതുന്നത്. ആ ദൈവത്തിൻ്റെ നാമം നാം എന്ത് ചെയ്യരുത്? വൃഥാ എടുക്കരുത്. അതെ, ദൈവത്തിൻ്റെ നാമത്തെ നാം പ്രതിഷ്ഠയോടെ, സമർപ്പണത്തോടെ അല്ലെങ്കിൽ വിശുദ്ധിയോടെ കൊണ്ടാടുന്നു. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് അവൻ്റെ ഇഷ്ടം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് നാം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 34 മുതൽ 37 വരെയുള്ള വാക്കുകൾ നാം വായിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിൻ്റെ വാക്കുകളാൽ നീതിയിരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ആയതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന, അതരത്തിൽ വരുന്നതായ വാക്കുകൾ അത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ്, അതുകൊണ്ട് നാം കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ളതായ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നാം പറയുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത്, ദീസ് വേർഡ്സ് കണ്ടം ഓൾ ദോസ് മീനിങ്ലെസ് ഫ്രേസസ് ആൻഡ് എക്സ്പ്ലീറ്റ്നെസ് ദാറ്റ് ബോർഡർ ഓൺ പ്രൊഫേനിറ്റി. അതായത് അശുദ്ധമായിട്ട് ദൈവത്തിൻ്റെ നാമം എടുക്കുന്ന ഏതൊരു സാധ്യത ഉണ്ടെങ്കിലും അവയിൽ നിന്നും മാറി നിൽക്കണം. ദേ കണ്ടം ദ ഡിസെപ്റ്റീവ് കോംപ്ലിമെൻറ്റ്സ്, evasion of truth, the flattering phrases, the exaggerations, the misrepresentation in trade that are current in society and the business world. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയും എന്താണ്? ദൈവത്തിൻ്റെ നാമത്തെ, അതായത് ഇപ്പം സാധാരണ പറയാറുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ അനുഗാമിയാണ്. ക്രിസ്തുവിൻ്റെ അനുഗാമി എന്നുള്ള നിലയ്ക്ക് എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ജീവിതത്തിലും യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണാം. അപ്പോൾ ആ ഒരു പേര് കൊണ്ട് നാം അർത്ഥമാക്കുന്നതായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നാം പ്രതിദാനിക്കുന്നതായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുകയുള്ളൂ. ആയതുകൊണ്ട് ദൈവികമായ ഏത് കാര്യത്തിലും നാം വളരെ ശ്രദ്ധയോടെ, വളരെ ഭക്തിയോടെ നാം പറയുന്ന കാര്യമായാലും എന്തു തന്നെയായിരുന്നാലും അത് ഭവ്യതയോടെ, ഭക്തിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കേണ്ടതായ ആവശ്യമുണ്ട്. അതായത് hallow the name of the Lord requires that the words in which we speak of the supreme being be uttered with reverence. ഭക്തിയോടെ അവൻ്റെ നാമം ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ ഈ കൽപ്പന നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറുകയുള്ളൂ. ഇൻ പ്രയർ വി എൻ്റർ ദി ഓഡിയൻസ് ചേംബർ ഓഫ് ദ മോസ്റ്റ് ഹൈ ആൻഡ് വി ഷുഡ് കം ബിഫോർ ഹിം വിത്ത് ഹോളി ഓ. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആണ് നാം നിൽക്കുവാൻ പോകുന്നത്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെയും അത്രമാത്രം ഭക്തിയുള്ളതായിരിക്കണം. നമുക്ക് പഴയ നിയമത്തിലുള്ളതായ ഒരു കഥ ഞാനിപ്പോൾ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം നെബൂഖദ്നേസർ രാജ്യത്ത്, ബാബിലോണി സാമ്രാജ്യത്ത് നെബൂഖദ്നേസർ രാജാവിന് ശേഷം തൻ്റെ സന്തതികളിൽ ബെൽസസർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ മഹത്വം കാണിപ്പാൻ തക്കവണ്ണം താൻ ചെയ്തായ പ്രവൃത്തികളെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ നാം വായിക്കുന്നുണ്ട്. ബെൽസസർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാണെ വീഞ്ഞു കുടിച്ചു. ബെൽസസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിൽ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നതായ പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിന് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവൻ യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ മന്ദിരത്തിലെ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. ചരിത്രം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചു. അവിടെ ദേവാലയം നശിപ്പിച്ചു. ദേവാലയത്തിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയി എന്ന് രേഖകളുണ്ട്. ആ പറയപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സദ്യ ഒരുക്കിയിരിക്കുമ്പോൾ ബെൽസസറിന് തോന്നി യെരൂശലേമിൽ കൊണ്ടുവന്നതായ പൊൻവെള്ളി പാത്രങ്ങളൊക്കെയും എടുത്ത് അവയിൽ വീഞ്ഞു കുടിക്കണമെന്നുള്ളതായ താല്പര്യം. അങ്ങനെ വീഞ്ഞ് കുടിക്കുവാൻ തക്കമുള്ളതായ കാര്യത്തിൽ ഏർപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്. അവർ അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിൽ മന്ദിരത്തിൽ കൊണ്ടുവന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും തൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അത് മാത്രമല്ല, അവർ വീഞ്ഞ് കുടിച്ചും പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കൊണ്ടുള്ള ദൈവത്തെ ദേവന്മാരെ സ്തുതിക്കുകയും ചെയ്തു. തൽക്ഷണം എന്ത് സംഭവിച്ചു? കൈവിരലുകൾ കൊണ്ട് ഒരു എഴുത്ത് അവരവിടെ കണ്ടു. തൽക്ഷണം ഒരു കൈവിരലുകളിൽ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൽ എഴുതിയത് കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി.
അവൻ വിചാരങ്ങളാൽ എന്തു ചെയ്തു? പരവശനായി. അരയുടെ ഏപ്പ് അഴിഞ്ഞു, കാൽമുട്ടുകൾ ആടിപ്പോയി എന്ന് ദാനിയേൽ പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാവ് ഉറക്കെ വിളിച്ചു. ആഭിചാരകന്മാരെയും കൽദേരെയും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട് ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൻ്റെ മൂന്നാമനായി വാഴും എന്ന് പറയുകയുണ്ടായി. എന്നാൽ ആ കൂടെ ഇരുന്ന വ്യക്തികളിൽ രാജാവിൻ്റെ വിദ്വാൻമാർ അതുപോലെ എല്ലാവരും വന്നു. എഴുത്ത് വായിപ്പാനും രാജാവിനെ അർത്ഥമറിയിപ്പാനും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ബെൽസസർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു. അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ മഹത്തുക്കൾ അമ്പരന്നു പോയി എന്ന് ഞാൻ വായിക്കുകയാണ്. രാജാവിൻ്റെയും മഹത്തുക്കളുടെയും വാക്കുഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയരുത്. കാരണം ചക്രവർത്തിയാണ്, ചക്രവർത്തിക്ക് ഭാവവ്യത്യാസം ഉണ്ടാകരുത്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലുള്ള ജ്ഞാനവും അവൻ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ്, തിരുമേനിയുടെ അപ്പൻ തന്നെ, ആ അപ്പൻ തന്നെ, അവൻ ബെൽസസർ എന്ന പേര് വിളിച്ച ഒരു വ്യക്തിയാണ്. ദാനിയേൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയ ഛേദനവും കണ്ടിരിക്കാൽ രാജാവിനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദേർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ച് ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ എന്ന് അവൻ അർത്ഥം ബോധിപ്പിക്കുകയും ഉണർത്തിച്ചു. അങ്ങനെ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് കൽപ്പിച്ചത്, എൻ്റെ അപ്പനായ രാജാവ് യഹൂദയിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദവാസികളുള്ള ദാനിയേൽ, നീ തന്നെയോ? ദേവന്മാരുടെ ആത്മാവ് നിന്നുണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിൽ കണ്ടിരിക്കുന്നെന്നും ഞാൻ നിന്നെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. അതെ, ഇത് മുഴുവൻ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് അങ്ങനെ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലിനോട് നിനക്ക് ഞാൻ ഇന്നത് ചെയ്യാം, അതെ ഉടനെ ഇതൊക്കെയും ചെയ്യാമെന്ന് പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, ഇത് എനിക്ക് വേണമെന്നില്ല, ഈ ദാനങ്ങളൊക്കെ മറ്റത്ത് കൊടുക്കാട്ടെ, ഞാൻ അർത്ഥം ബോധിപ്പിക്കാം. എന്നിട്ട് താൻ പറയുകയാണ്, രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസരിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും സകല ജാതികളും ഭാഷക്കാർക്കും അവൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വെക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. എന്നാൽ അവൻ്റെ ഹൃദയം ഗർവിച്ചു. അവൻ്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസ്ഥാനത്തിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ അവൻ്റെ മഹത്വം അവങ്കിൽ നിന്നെടുത്തു. അതെ, അതിനുശേഷം എന്താണ്? അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നീങ്ങി. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ മകനായ ബെൽസസരെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനി മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും എപ്പാട്ടിയും അവയിൽ വീഞ്ഞു കുടിച്ച് കാണുവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവയെ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശാസനയും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചില്ല, ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ചു, ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്നത് എഴുത്തോ മെനെ മെനെ തെക്കേൽ ഉർഫാസിൻ. അതേ, ദൈവം കർത്താവ് അവൻ്റെ രാജ്യത്തെ തെണ്ണി നോക്കി അവൻ കുറവുള്ളവനായിരുന്നു, അതേ അവൻ നീക്കി എന്നിങ്ങനെ പറയുകയുണ്ടായി. ഞാനതിൻ്റെ ചുരുക്കം പറയട്ടെ. അങ്ങനെ ആ ബെൽസസർ രാജാവ് അന്ന് രാത്രിയിൽ, അതായത് ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് ഇടയായി തീർന്നു. അവൻ്റെ രാജ്യത്ത് നീങ്ങി അവനെ കൊന്നു. പുതിയ രാജ്യത്വം സ്ഥാപിക്കപ്പെട്ടു. അതേ, മേദോ പേർഷ്യർ വന്നു, അവർ പുതിയ സാമ്രാജ്യം കെട്ടിപ്പൊക്കി. അപ്പോൾ അവിടെ നടന്നായ സംഭവത്തിൽ എന്താണ് നാം മനസ്സിലാക്കുന്നത്? അതായത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതായ സ്ഥാനത്ത് മഹത്വം കൊടുക്കാതെ കല്ലിനും മരത്തിനും പഞ്ചലോഹങ്ങൾക്കും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ അവരുടെ മുൻപാകെ യഥാർത്ഥമായ ദൈവത്തിൻ്റെ വസ്തുവകകൾ കൊണ്ട് അവഹേളിച്ചു. അതിനാലാണ് അവന് ശിക്ഷയുണ്ടായത്. ഇത് ചരിത്രത്തിലുള്ള ഒരു രേഖയാണ്. എന്നാൽ അത് എനിക്ക് നിങ്ങൾക്കൊരു പാഠമാണ്. എന്താണ് പാഠം? അതായത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്, അതേ ദൈവം പരിശുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ നാം അവഹേളിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നാം എന്തു ചെയ്യാണ്? ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് ഒരു ഇതിന് പറയുന്നത്, ഇൻ എവറി ആക്ട് ഓഫ് ലൈഫ് യു ആർ ടു മേക്ക് മാനിഫെസ്റ്റ് ദ നെയിം ഓഫ് ഗോഡ്. അത് നമ്മുടെ ജീവിതത്തെ എല്ലാ ഭാഗത്തിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞതായ കൽപ്പന നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറുകയുള്ളൂ.
അതെ മാലാഖമാർ എന്തെങ്കിലും പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഏഞ്ചൽസ് വെൻ ദേ സ്പീക്ക് ദ നെയിം ഓഫ് ഗോഡ് വെയിൽ ദെയർ ഫേസസ് വിത്ത് എ റെവറൻസ് ദെൻ ഷുഡ് വി ഹു ആർ ഫോളൻ ആൻഡ് സിൻഫുൾ ടേക്ക് ഇറ്റ് ഇൻ അവർ ലിപ്സ്. നമ്മുടെ അധരങ്ങളിൽ ദൈവത്തിൻ്റെ നാമം എടുക്കുമ്പോൾ എത്ര ഭയഭക്തിയോടുകൂടി എടുക്കണം. കാരണം മാലാഖമാർ, ദൈവദൂതന്മാർ എന്തു ചെയ്യുന്നു? അവർ ദൈവത്തിൻ്റെ നാമം എടുക്കുമ്പോൾ അത് അവരുടെ മുഖം മൂടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വൃഥാ എടുക്കരുത് എന്ന് പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ 1 തിമോത്തി 6:1 വായിക്കുന്നത്, നുകത്തിൻ്റെ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമ ഉപദേശവും ദൂഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാന്മാരെ സകലത്തിലും യോഗ്യന്മാരെന്ന് എണ്ണേണ്ടതാണ്. അതായത് നാം മറ്റുള്ളവരെ സേവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവം നിയോഗിച്ച വ്യക്തിയാണ്. ആയതുകൊണ്ട് നാം മാനിക്കേണ്ടവരെ മാനിക്കണം. യേശുവിൻ്റെ നാമത്തെ നാം അനാവശ്യമായിട്ട് വൃഥാവായിട്ട് ദൈവത്തിൻ്റെ നാമത്തെ വൃഥാവായി എടുക്കരുത്. അതുകൊണ്ടാണ് യഹൂദന്മാർ പലപ്പോഴും ദൈവത്തിൻ്റെ നാമത്തെ അവർ ഉദ്ധരിക്കത്തില്ല. അവർ പറയുന്നത് അഡോണായി എന്ന വാക്ക് ആണ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് പറയുവാൻ തക്കവണ്ണം ഇപ്പം നാം സാധാരണ യാഹുവേ യഹോവ എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. എങ്കിലും യാഹു എന്നുള്ള വാക്കാണ്, അതായത് 4 letter വേർഡ്സ്, അതാണ് എപ്പോഴും നാം ഉപയോഗിച്ച് കാണുന്നത്. എന്നാൽ ആ പേര് എടുക്കുവാൻ തക്കവണ്ണം അത് വളരെ വളരെ അധികം ഭക്തിയോടുകൂടി എടുക്കണം. നാം പലപ്പോഴും ദൈവത്തിൻ്റെ നാമത്തെ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത എല്ലാവർക്കുമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ നാമത്തെ ഭയഭക്തിയോടുകൂടി എടുക്കുക. അത് ആവശ്യമില്ലാതെ എടുക്കരുത്, വൃഥാവായി എടുക്കരുത്. പിന്നെയോ ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഭക്തിയോടുകൂടി, അത് എത്രമാത്രം ഭക്തിയോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ ചോദിച്ചാൽ അത് അവരവരുടെ ജീവിതത്തിൽ അത് നാം മനസ്സിലാക്കുക. കാരണം ദൈവത്തിൻ്റെ നാമം അത് വളരെ പരിശുദ്ധമാണ്. അത് ആരാലും ഉച്ചരിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നാവിൽ നിന്ന് വാക്കുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി പറയുക. കാരണം നാം പറയുന്ന ഓരോ വാക്കിനും നാം കണക്ക് കൊടുക്കേണ്ടവരാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഫിലിപ്പിയ ലേഖനം 4:8 ഞാൻ വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയോ ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും നാം ചിന്തിച്ചു കൊള്ളുവിൻ. അതായത് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് നൽകിയിരിക്കുന്ന തിരുവചനം നമ്മെ അനുശാസിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, നമ്മുടെ ഉപയോഗങ്ങൾ നമ്മുടെ പ്രവണതകളൊക്കെയും ഇങ്ങനെയാണ്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. വാക്കുകൾ വളരെയധികമായി നാം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ആ വാക്കുകളാൽ അളക്കുന്ന അളവിനാൽ നമ്മെ അളക്കും. ആയതുകൊണ്ട് ദൈവത്തോട് കൂറുള്ളവരായി ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഒരവസരം കൂടെ തന്നു. നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ കേട്ടതുപോലെ അവിടുത്തെ നാമത്തെ വിശുദ്ധിയോടും ഉപയോഗിപ്പാൻ, അശുദ്ധമായത് വൃഥാവായി ഉപയോഗിക്കാതിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ തന്ന വെളിച്ചത്തിന് നന്ദിയോടെ സ്തോത്രം. സകല യേശുവിൽ കൂടി താഴ്മ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.